കെ സുധാകരൻ ഇപ്പോൾ എന്ത് പറയും? വി.ഡി. സതീശനെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി രംഗത്തെത്തുമ്പോൾ അതിനൊരു പിന്തുണ സുധാകരനിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ കൗതുകം. പക്ഷെ അങ്ങനെയല്ല. വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എത്ര കാലമായി അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ള കാര്യമടക്കം പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ശരിയായില്ല എന്നു തന്നെ സുധാകരൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ചോദ്യങ്ങളോട് എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്? അർജുൻ, അതായത് വളരെ കരുതലോടുകൂടി തന്നെയുള്ള ഒരു മറുപടിയാണ് അത്തരം ഈ സുധാകരൻ്റെ ഈ വെള്ളാപ്പള്ളി വി.ഡി. സതീശനെതിരായി നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സംഭവങ്ങളുടെയൊക്കെ അല്പനാളുകൾക്ക് മുമ്പ് തന്നെയാണ് കോൺഗ്രസിലെ പുനഃസംഘടനാ ചർച്ചയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമെല്ലാം നടന്നത്. അത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. ആദ്യഘട്ടത്തിൽ നേതാക്കളെല്ലാം തന്നെ അതിനകത്തൊരു പ്രതികരണം നടത്താൻ വേണ്ടി തയ്യാറായില്ല. പിന്നീട് ഒരു പ്രതികരണം നടത്തുമ്പോൾ ഒറ്റക്കെട്ടായി നേതൃമാറ്റമില്ല എന്നുള്ളൊരു നിലയിലേക്ക് വി.ഡി. സതീശനായാലും കെ സുധാകരനായാലും പിന്നീട് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരും അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു. അതായത് എല്ലാം ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്ത ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ആ കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇന്ന് വി.ഡി. സതീശനെതിരായിട്ടുള്ള ഒരു പ്രതികരണം വരുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ ഒരു മൗനം പോലും അവലംബിച്ചാൽ അത് വീണ്ടും സംഘടനക്കകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കാനുള്ള ഒരു കാരണമായി മാറും. അതൊരു പ്രത്യക്ഷമായി എന്തുകൊണ്ട് കെ സുധാകരൻ വി.ഡി. സതീശന് പിന്തുണ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിൽ എന്തുകൊണ്ടാണ് സുധാകരൻ ഇങ്ങനെ ഒരു മൗനം പാലിക്കുന്നത് തുടങ്ങിയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കണം കൃത്യമായ രീതിയിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെ വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെതിരായി നടത്തിയിട്ടുള്ള പ്രതികരണം അത് ശരിയായില്ല എന്ന് കെ സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ടാവുക. ഈ സംഘടനക്കകത്തുള്ള പ്രശ്നങ്ങൾ അത് കൂടുതൽ ഉയർന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കെ സുധാകരനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. കാരണം സംഘടനാ സംവിധാനങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു കാലമാണ്. അങ്ങനെയല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും അത് വലിയ പ്രശ്നങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അധ്യക്ഷ പദവിയെ ഉൾപ്പെടെ അത് ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് കൂടിയാണ് കെ സുധാകരൻ തൽക്കാലം ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ അത് തനിക്ക് തന്നെ ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും വളരെ വ്യക്തതയോടുകൂടി തന്നെ കെ സുധാകരൻ പറയുകയാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെതിരെ നടത്തിയിട്ടുള്ള അധിക്ഷേപം അത് ശരിയായില്ല. പക്ഷേ ആ പ്രതികരണം നടത്തുമ്പോൾ കൂടി സമുദായ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ ബന്ധത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സമുദായിക നേതാക്കളും ഇത്തരത്തിൽ ബന്ധം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസുമായി അടുക്കുന്നത് അത് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. അതേസമയം പാർട്ടിക്ക് കൃത്യമായ രീതിയിൽ ആരാവണം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരാവണം നേതാവ്, എന്തായിരിക്കണം അതിൻ്റെ നിലപാട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തതയുണ്ട് എന്നുള്ള കാര്യം കൂടി സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സാമുദായിക നേതാക്കളുടെ പിന്തുണ പാർട്ടിക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. പക്ഷേ പാർട്ടിയുടെ കാര്യം പാർട്ടി നിശ്ചയിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയാവാനുള്ള അയോഗ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അയോഗ്യതയുമില്ല. രാജസ്ഥാൻ്റെയൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലകളെല്ലാം വഹിച്ച് അതിനുശേഷം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രമേശ് ചെന്നിത്തല പിന്നീട് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കെ സുധാകരൻ പറയുന്നത് അദ്ദേഹത്തിന് കേരളത്തിലേക്ക് ഏത് നിമിഷവും വരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം കേരളത്തിലെ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടത്തേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നതിനോ ഒരു തടസ്സവുമില്ല. അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ വി.ഡി. സതീശനെതിരായി ഒരു നീക്കം കോൺഗ്രസിനകത്ത് സുധാകരൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സുധാകരൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് മറനീക്കി പുറത്തു വന്നാൽ ഒരു സംഘടനാ പ്രശ്നമായി വന്നാൽ അത് തൻ്റെ കസേരയ്ക്ക് കൂടി കോട്ടമാവും എന്നുള്ള സുധാകരൻ്റെ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം വെള്ളാപ്പള്ളിയെ തള്ളുകയും അതോടൊപ്പം തന്നെ വി.ഡി. സതീശനെതിരായി പറയാതെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സുധാകരൻ സ്വീകരിക്കാനുള്ള കാരണമായിട്ടുണ്ടാവുക എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഈ വെള്ളാപ്പള്ളി വി.ഡി. സതീശനെതിരായി പറഞ്ഞ കാര്യം അത് തള്ളുകയും ചെയ്യുന്നുണ്ട് സുധാകരൻ. അതോടൊപ്പം തന്നെ സാമുദായിക നേതാക്കളുടെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുന്നത് ഗുണം ചെയ്യും, അല്ലെങ്കിൽ സാമുദായിക നേതാക്കൾ സ്വീകരിക്കുന്ന കോൺഗ്രസിനോട് അടുക്കുന്ന ആ നിലപാട് ഗുണം ചെയ്യും, അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന സുധാകരൻ്റെ നിലപാടും അത് രാഷ്ട്രീയപരമായി തന്നെ ഏറെ കൗതുകമുളവാക്കുന്ന കാര്യം കൂടിയാണ്. സ്മൃതി, ശരി. അല്ലമീനും ഒപ്പം തന്നെ അർജുൻ കല്യാടുമാണ് വിശദാംശങ്ങൾ നൽകിയത്.